ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വിശാഖം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് തൻ്റേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ. തുലാം രാശിയിൽ 45 നാഴികയും വൃശ്ചികം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ഈ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്തും 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സർവീശ്വരകാരകൻ്റേതായ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടുകൂടി നിന്നുകൊണ്ട് ഈ നിവൃത്തിസ്ഥാനത്തേക്ക് നോക്കുന്നതും ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം കർമ്മപരമായിട്ട് ബിസിനസ് മേഖലകളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠന സംബന്ധമായിട്ട് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും വളരെയധികം നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ സഹായസ്ഥാനത്തും സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുന്നതിനും അനുകൂല സമയമാണ്. എന്നാലോ കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും കർമ്മപരമായിട്ട് തൻ്റേതായിട്ടുള്ള തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അധികാരികളുമായിട്ട് സഹായികളുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയും പഠന വിഷയത്തിലാണെങ്കിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്ന സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അഭിവൃദ്ധിയും കാണാമെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ.
അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ധനപരമായിട്ടാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്ന പാഴ്ചെലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.